ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി കാണുമ്പോഴേക്കും എന്താണെന്ന് മനസ്സിലാവത്തില്ലായിരിക്കും. പക്ഷേ നമുക്ക് ഓപ്ഷൻസിനകത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അഗ്രഗേറ്റ് ഡിമാൻഡ് കർവ്, ഫിലിപ്സ് കർവ്, അങ്ങനത്തെ കുറച്ച് എന്താ പറയുക നമ്മൾ എപ്പോഴും കമ്മ്യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളായിരിക്കും ഓപ്ഷൻസിലുള്ളത്. അപ്പൊ ആ ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യനോട് റിലേറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നമുക്കിപ്പോ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും ഡയറക്റ്റ് ആൻസർ കിട്ടില്ല എന്നാണെങ്കിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് ഓപ്ഷൻസ് ആയിട്ട് ക്വസ്റ്റ്യനോട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയും നമുക്ക് എന്താ പറയാ ചിലപ്പോൾ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടില്ല എന്നാണെങ്കിൽ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആൻസറിലോട്ട് എത്താൻ ശ്രമിക്കുക. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ഹൈ GDP ആൻഡ് ലോ ലിറ്ററസി. കേരള മോഡൽ ഒരിക്കലും ലോ ലിറ്ററസി അല്ല. കേരള മോഡൽ നമുക്കറിയാം ഹൈ ലിറ്ററസി ആണ്. പിന്നെ ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതും കേരള മോഡലിൽ ഒരു ഇതല്ല. ഇൻഡസ്ട്രിയലൈസേഷന്റെ കാര്യത്തിൽ എപ്പോഴും എന്താണ് നമ്മൾ സ്റ്റാഗ്നന്റ് ആയിട്ടാണ്. അപ്പൊ ഹെവി ഇൻഡസ്ട്രിയലൈസേഷനും അല്ല. എക്സ്പോർട്ട് ഫോക്കസ്ഡ് ഇക്കോണമി ആണോ? അതും അല്ല. നമ്മുടെ ഇക്കോണമിയിൽ അത്രത്തോളം എക്സ്പോർട്ട് ഫോക്കസ്ഡ്, ഹൈലി എക്സ്പോർട്ട് ഫോക്കസ്ഡ് എന്ന് പറയാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ കേരള മോഡലിന്റെ ഒരു ഹോൾമാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡിസ്പൈറ്റ് മോഡറേറ്റ് ഇൻകം. ഇതാണ് ഹോൾമാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓപ്ഷൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യനിലോട്ട് കണക്ട് ചെയ്യും. ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും ആൻസറിലോട്ട് എത്താൻ പറ്റിയില്ല എന്നുള്ളെങ്കിലുള്ള സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത്. ഓപ്ഷൻസിൽ നിന്ന് എന്താ പറയാ കറക്റ്റ് ആൻസറിലോട്ട് എത്തുക, ക്വസ്റ്റ്യനിലോട്ട് റിലേറ്റ് ചെയ്തിട്ട് ആൻസറിലോട്ട് വരിക. ഓക്കെ, സോ ഇതിനകത്ത് റൈറ്റ് ആൻസർ ഈസ് ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡിസ്പൈറ്റ് moderate income. Option B is the right answer. Okay. Second question. Kerala's literacy rate is approximately. Kerala's literacy rate is approximately. Yes. കേരള ഹൈ ലിറ്ററസി ആണ്. ഹൈ ലിറ്ററസി ആണ് കേരള എക്കോണമിയുടെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇതേത് എന്താ പറയുക ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ആണ്. എന്താ പറയുക സ്ട്രോങ് പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് നമ്മുടെ ഇക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഹൈ ലിറ്ററസി റേറ്റ് നമ്മൾ അച്ചീവ് ചെയ്തേക്കുന്നത്. 96% ആണ് ലിറ്ററസി റേറ്റ് വരുന്നത്.